ഓർത്തഡോക്സ് സഭയുടെ 11ാമത്തെ മൂറോൻ കൂദാശ സഭാ ആസ്ഥാനമായ കോട്ടയം ദേവലോകം കാതോലിക്കേറ്റ് അരമനയിൽ ആരംഭിച്ചു. ഉച്ചയ്ക്ക് 2 വരെയാണ് മൂറോൻ കൂദാശ. സഭാധ്യക്ഷൻ പരിശുദ്ധ ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവയാണ് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത്. ശനികളായ യുവതികൾ നിന്റെ സൗന്ദര്യത്തെ മോഹിച്ചു. നിന്റെ ആർദ്രത വീഞ്ഞിലും നല്ലതാകുന്നു. നിന്റെ ദർശനം വിശിഷ്ടവും മാന്ത്രിക ലില്ലി പുഷ്പങ്ങൾക്ക് തുല്യം ഏറ്റവും മോഹനീയവുമാകുന്നു. ഭാവുകങ്ങൾ ഉച്ചസ്വരത്തിൽ വിവരങ്ങളുമായി കോട്ടയത്ത് നിന്ന് ബിനോയ് രാജൻ ചേരുന്നു. ബിനോയ്, ഓർത്തഡോക്സ് സഭയെ സംബന്ധിച്ച് ഇനിയുള്ള കൂദാശകൾക്കൊക്കെയുള്ള മൂറോൻ തയ്യാറാക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചടങ്ങാണ് നടക്കുന്നത്. 8 വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന ചടങ്ങിന്റെ മറ്റ് പ്രത്യേകതകൾ എന്തൊക്കെയാണ്? വിശ്വാസികളുടെ പ്രാതിനിധ്യം ഉണ്ടാകുമോ ഈ ചടങ്ങിൽ? വലിയ രീതിയിൽ വിശ്വാസികൾ സഭയുടെ പല സ്ഥലങ്ങളിൽ നിന്ന് എത്തിയിട്ടുണ്ട്. 1876 മുളന്തുരുത്തി മാർത്തോമൻ പള്ളിയിൽ നടന്ന മൂറാൻ കൂദാശയ്ക്ക് 150 വയസ്സ് പൂർത്തിയാകുന്ന വേളയിലാണ് ഇപ്പോൾ സഭാ ചരിത്രത്തിലെ തന്നെ 11ാമത്തെ മൂറാൻ കൂദാശ സഭാസ്ഥാനമായ കോട്ടയം ദേവലോകം കാതോലിക്കേറ്റ് അരമനയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. രാവിലെ 6:45 ഈ ചടങ്ങ് പ്രാർത്ഥന തുടങ്ങിയത്. ഉച്ചയ്ക്ക് 2 വരെ ഉണ്ടാകും. സഭാധ്യക്ഷനായി ചുമതലയേറ്റ പരിശുദ്ധ ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ മുഖ്യ കാർമ്മികനാകുന്ന ആദ്യ മൂറോൻ കൂദാശ കൂടിയാണിത്. മൂറോൻ എന്നാലെന്ന് പറയുന്നത് സുഗന്ധ തൈലം തയ്യാറാക്കുന്ന, പ്രാർത്ഥനാപൂർവ്വം തയ്യാറാക്കുന്ന ഒരു ചടങ്ങാണ്. കൂദാശ, മാമോദിസ എന്നിവയ്ക്ക് ഉപയോഗിക്കുന്ന സുഗന്ധ തൈലമാണ് മൂറോൻ എന്ന് പറയുന്നത്. ഇത് വിദേശ രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന, കാശ്മീരിൽ നിന്ന് ഉൾപ്പെടെ കൊണ്ടുവന്നിരിക്കുന്ന സുഗന്ധ കൂട്ടുകൾ ഉപയോഗിച്ചാണ് ഈ മൂറോൻ തയ്യാറാക്കുന്നത്. ഇതിന്റെ ഒരു പ്രാർത്ഥനാ മധ്യേ, കൂദാശ മധ്യേ ബൽസാം എന്ന ഒരു സുഗന്ധ തൈലവുമായി ചേർത്ത് വിശദീകരിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് എന്ന് പറയുന്നത്. പരിശുദ്ധ കാതോലിക്ക ബാവ മുഖ്യ കാർമ്മികരാകുന്ന ശുശ്രൂഷയിൽ മെത്രാപ്പൊലീത്തമാർ, പ്രധാന പദവിയുള്ള അർക്കദിയാക്കൻ, 12 വൈദികർ, 12 പൂർണ്ണ ഷമ്മാസന്മാർ, 12 ഉപഷമ്മാസന്മാർ എന്നിവരൊക്കെയാണ് ഇതിൽ പ്രധാനമായിട്ടും പങ്കെടുക്കുന്നത്. സഭയിൽ ഏറ്റവും കൂടുതൽ തവണ വിശുദ്ധ മൂറോൻ കൂദാശ നടന്ന സ്ഥലമായി മാറുകയാണ് സഭാസ്ഥാനമായ ദേവലോകം അരമന. ഇതിനു മുമ്പ് 1988, 99, 2009, 2018 വർഷങ്ങളിലാണ് ദേവലോകം അരമന മൂറോൻ കൂദാശയ്ക്ക് വേദിയായിട്ടുള്ളത്. ഈ ചടങ്ങിലേക്ക് 11ാമത്തെ ഈ മൂറോൻ കൂദാശ ചടങ്ങിലേക്ക് അതിഥികളായി ഓറിയന്റൽ റഷ്യൻ ഓർത്തഡോക്സ് സഭാ പ്രതികളും പങ്കെടുക്കുന്നുണ്ട്. ശരി ബിനോയ്, ഓർത്തഡോക്സ് സഭയെ സംബന്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് തന്നെയാണ് ദേവലോകം കാതോലിക്കേറ്റ് അരമനയിൽ നടക്കുന്നത്.